9 വർഷം മുമ്പുള്ള ഒരു കഥയാണ്. മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് ഉമ്മരി സ്കൂൾ ഗ്രൗണ്ടിൽ പന്തിന് പിന്നാലെ പായുന്ന ഒരു 7ാം ക്ലാസ്സുകാരൻ പയ്യനെ കായികാധ്യാപകൻ അനസ് കാണുന്നു. ഫുട്ബോളിലല്ല, ഓട്ടത്തിലാണ് അവൻ്റെ കുതിപ്പ് എന്ന് മനസ്സിലാക്കിയ അധ്യാപകൻ അവനെ കൂടെ കൂട്ടുന്നു. മികച്ച പരിശീലനവും പ്രചോദനവുമെല്ലാം നൽകി അവനിലെ വേഗതയെ ഉണർത്തുന്നു. തീർന്നില്ല, അപ്പോഴും ഉണ്ടായിരുന്ന വെല്ലുവിളികൾ ഒരുപാട്. ശരീരത്തിൻ്റെ വേഗതയെ സഹായിക്കുന്ന കൈകളിലൊന്നിൻ്റെ മുട്ടിന് താഴെയില്ലാതെയാണ് അവൻ ഓടിത്തുടങ്ങേണ്ടത്. അവിടെ നിന്ന് അന്ന് ഓടിത്തുടങ്ങിയ ഓട്ടമാണ് ഇന്ന് എത്തി നിൽക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ പോഡിയത്തിലാണ്, അതും ജമൈക്ക പോലെയുള്ള വേഗപ്പോരുകാരെ പിന്നിലാക്കിക്കൊണ്ട്. ആദ്യം നമുക്ക് ഈ നേട്ടത്തിലേക്ക് തന്നെ വരാം. ഈ കോമൺവെൽത്ത് ഗെയിംസ് പോലെയുള്ള ഒരു വലിയ വേദി 74 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയൊക്കെ വമ്പന്മാർ അണിനിരക്കുന്നൊരു ഗെയിമാണ്. അപ്പോൾ അവിടെ മെഡൽ വാങ്ങിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയാം. ഇതിൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ആണ്, ആദ്യത്തെ മെഡലാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. കാണികളായാലും കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു കാണാൻ. ഇപ്പം ഏബിൾ ബോഡി നടക്കണോണ്ടായിരിക്കാം മേ ബി ഇത്ര ആൾക്കാർ. സാധാരണ പാരാ സ്പോർട്സ് ആരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല, അതെങ്കിൽ സപ്പോർട്ട് കുറവാണ് ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പം ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മളെ പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞത് എന്താ, വാട്ട് എ സ്പ്രിന്റ് ആൻഡ് ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ രാഷ്ട്രപതി അഭിനന്ദിക്കുന്നു. അപ്പോൾ ഈ അഭിനന്ദനങ്ങളൊക്കെ കാണുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു ഫീൽ എന്താ? അത് ലൈഫിലൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഒരു പ്രൈം മിനിസ്റ്റർ അഭിനന്ദിച്ച് വളരെ വളരെ സന്തോഷം. പിന്നെ ബാസിലിൻ്റെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് 10:81 ആയിരുന്നു തോന്നുന്നു. 10:71 ഇന്ത്യയുടെ തന്നെ മഹാരാഷ്ട്രക്കാരനായ മഹാദു ആണ് ഗോൾഡ് അടിച്ചത്. അപ്പോൾ ബാസിലിന് തന്നെ 10:63 നല്ല ബെസ്റ്റ് ടൈം ഉണ്ടാണ്. അപ്പോൾ ഗോൾഡ് പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ തീർച്ചയായിട്ടും ഗോൾഡ് പ്രതീക്ഷയായിരുന്നു. അത് പ്രതീക്ഷ പോയത്. പക്ഷെ നമ്മൾ ഈ കേരളത്തിലെ ക്ലൈമറ്റ് പ്രശ്നം കാരണം, അതായത് നമ്മളെ കേരളത്തിൽ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര തണുപ്പാണ്. ആ ഒരു ക്ലൈമറ്റ് അഡാപ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അവിടെ പോയി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് അധികം ചെയ്യാൻ പറ്റില്ല, അത് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷെ ഉള്ള വെള്ളിയിലെ ഹാപ്പിയാണ്. കാരണം ഫസ്റ്റ് ഇന്റർനാഷണൽ ഫസ്റ്റ് മെഡൽ അടിക്കുക. പരിശീലകൻ എന്ന നിലയിൽ ബാസിലിൻ്റെ ഈ നേട്ടത്തെ എങ്ങനെ നോക്കിക്കാണും? വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷമായുള്ളൊരു ഈ 23ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ കേരളത്തിന് എക്സ്പെഷ്യലി മലപ്പുറം ജില്ലക്കൊക്കെ അഭിമാനിക്കാൻ പറ്റിയൊരു മഹാമുഹൂർത്തമാണല്ലോ ബാസിൽ കാഴ്ചവെച്ചത്. ഞങ്ങളെല്ലാവരും സ്വർണം പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ ഇപ്പം ബാസിൽ പറഞ്ഞ പോലെ ചില ക്ലൈമറ്റിൻ്റെ ഇഷ്യൂസ് കാരണം അത് വെള്ളി സെക്കൻഡിലോട്ട് ഒതുങ്ങി. പക്ഷേ എന്നിരുന്നാലും അത് നമുക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്, ഒരു കോച്ച് എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ. ഇപ്പോൾ ബാസിലിൻ്റെ കാര്യം പറയുമ്പോൾ 7ാം ക്ലാസ്സിൽ ഫുട്ബോൾ കളിക്കുമ്പോഴാണ് നിങ്ങൾ കാണുന്നതും ഫുട്ബോളിലല്ല ഓട്ടത്തിലാണ് മികവ് തെളിയിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു ബാസിലിന് വലത് കൈക്ക് മുട്ടിനതായില്ല, അപ്പോൾ ഒരു അംഗപരിമിതി ഉണ്ടായിട്ടും മീൻസ് ഓട്ടത്തിൽ പെർഫോം ചെയ്യാൻ പറ്റും തോന്നിയത് എങ്ങനെയാണ്? അല്ല, ഇതെല്ലാം ആസ് യൂഷ്വൽ നമ്മൾ കുട്ടികളെ PT കൂടുന്ന സമയത്ത് ഒരു സാധാരണ കുട്ടികൾ കളിക്കുന്ന പോലെ ഒരു വിഷ്വൽ നമ്മളെ കണ്ണിൽ കണ്ടു. അപ്പോൾ ബാസിൽ മറ്റുള്ള ജനറൽ എല്ലാ കൈയും കാലും ഉള്ള കുട്ടികളെ കൂടെ കളിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് തോന്നി അവൻ്റെ സ്ട്രൈറ്റ് ലൈൻസിലൊക്കെ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് അത്ലറ്റിക്സിൻ്റെ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് അവൻ പതിയെ പിന്നെ ഒരു പ്രൊഫഷണൽ അത്ലറ്റിലോട്ട് വളർത്തിയെടുക്കുകയാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളും ഒരുപാട് ഹിസ്റ്ററീസ് ഉണ്ട് അതിൽ. ആദ്യം പറയുകയാണെങ്കിൽ ഉമ്മരിന്ന് തുടങ്ങണം. ഉമ്മരി ഞങ്ങളെ സ്വന്തം തട്ടകം ഉമ്മരിയാണ്. കാരണം ഇന്ന് ഞാനും ബാസിലൊക്കെ ഇന്നിങ്ങനെ ഒരു വ്യക്തികൾ ഉണ്ടെന്ന് അറിയാൻ കാരണം ആ ഒരു സ്ഥാപനമാണ്. ഞങ്ങളുടെ മാനേജ്മെൻറ്റ്, എൻ്റെ ബേബി സാർ, അതുപോലെ ഹുസൈൻ സാർ, ഞങ്ങളുടെ ചെയർമാൻ മൊയ്തുട്ടി സാർ, അതുപോലെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ് ഞങ്ങളെ പ്രിൻസിപ്പളായിരുന്ന അന്നമീസ്. അവരുടെയൊക്കെ ഒരു വലിയൊരു സപ്പോർട്ടാണ് ഇന്ന് ബാസിലിനെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ കാരണം അതാണ് അവൻ്റെ ഗ്രോത്ത്. ആ ഒരു ഗ്രോത്തിൽ നിന്നാണ് ഇന്ന് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ഈ ഗ്രൗണ്ടിൽ നിൽക്കാൻ കാരണം. ഇപ്പോൾ ആ 7ാം ക്ലാസ്സുകാരിൽ നിന്ന് ഇതുവരെയുള്ള യാത്ര ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഞാൻ ആദ്യമായിട്ട് കൊക്കോ ആണ് കളിച്ചിരുന്നത്. അപ്പം പിന്നെ അതിൻ്റെ ശേഷം ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് സാറ് ഇങ്ങനെ അത്ലറ്റിക്സിലോട്ട് വിളിച്ചത്. അപ്പോൾ എനിക്ക് ആദ്യം
ആദ്യം സ്കൂൾ സ്പോർട്സ് ഞാൻ ചെയ്തായിരുന്നു, പക്ഷെ അതിലൊക്കെ ഫസ്റ്റ് വന്നായിരുന്നു. അപ്പം ഇത് ചെയ്യുമ്പം നമ്മളെ സ്കൂൾ സ്പോർട്സ് പോലെ ആവില്ല. അതായത് ഈ സഹോദയ CBSE ഡിസ്ട്രിക്റ്റ് ഒക്കെ നടക്കുമ്പം. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്തപ്പം 4th വന്നിരുന്നു. അപ്പം അത് വർക്കൗട്ടൊന്നും ചെയ്യാതാണ് വന്നിരുന്നത്. പക്ഷെ അതിൻ്റെ അടുത്ത വർഷം സാറ് പറഞ്ഞു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് അടുത്ത വർഷം എനിക്ക് ഗോൾഡ് വന്നു വർക്കൗട്ട് ചെയ്തപ്പോൾ. അപ്പം മനസ്സിലായി അപ്പം വെറുതെ നേരെ പോയി ചെയ്തിട്ടൊന്നും കിട്ടാനില്ല. അതിനു വേണ്ടി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താലേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഗ്രാഫ് കുറച്ച് ഹൈ ആണെങ്കിൽ പെട്ടെന്ന് ലോ അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ സായിലോട്ട് മാറിയപ്പം അവിടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വന്നപ്പം കുറച്ച് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നു. ഇപ്പോൾ സായിലേക്ക് മാറിയത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഇല്ല. അപ്പം ഇതിനിടയിലുണ്ടായ മെഡലുകൾ പാരീസ് വേൾഡ് ഗ്രാൻഡ് പിക്സിലൊക്കെ മെഡൽ വന്നിരുന്നു. അത് മെഡൽ ചാമ്പ്യൻഷിപ്പ് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഞങ്ങൾ പാരാ അത്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഓരോ കാറ്റഗറിക്ക് ഓരോ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. അപ്പം ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത് വെളിയിൽ പോയിട്ട് അവിടെ എല്ലാം ക്ലിയർ ചെയ്യും. അതായത് ഇന്ന പ്രശ്നം ഇന്ന കാറ്റഗറി എന്നുള്ള ഇതിൽ ഒരു ലൈസൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെളിയിലോട്ട് പോകുന്നത്. ആ ഒരു ഇതിൻ്റെ ഭാഗത്ത് പോയതാണ്, അല്ലാതെ ആ ഒരു ചാമ്പ്യൻഷിപ്പായിട്ട് പോയത്. ഇനി പാര ഏഷ്യൻ ഗെയിംസ് ആണോ തോന്നുന്നു പാര. അത് കഴിഞ്ഞാൽ ഒളിമ്പിക്സ് ഒക്കെ വേണമെങ്കിൽ നോക്കാവുന്ന. അപ്പോൾ ഇനിയുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായും ഒളിമ്പിക്സ് ഓടണം, ഫസ്റ്റ് വരണം, നല്ല ടൈം ഓടണം, ഏബിൾ ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരൊപ്പം പിടിക്കാൻ പറ്റുന്നത്ര ടൈം ഓടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും തീർച്ചയായും ഓടും. ഈ ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് 10:61. 63. അപ്പോൾ എത്ര ഓടിയാലാണ് ശരിക്കും ഈ ഒളിമ്പിക്സിലൊക്കെ മെഡൽ വരാൻ? കഴിഞ്ഞ പ്രാവശ്യം ഒളിമ്പിക്സ് വന്നത് 10:68 ആയിരുന്നു. 68 ഉള്ള പോലെ ഓടിയാൽ തന്നെ മതി. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അപ്പത്തെ കോമ്പറ്റീഷൻ പോലെ ഇരിക്കും. പക്ഷെ ഇതിനെക്കാട്ടി നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യും. ഇപ്പോൾ ക്രിക്കറ്റ് രണ്ടുപേരോടുള്ള ചോദ്യം ആരും ഉത്തരം പറയുന്നു. ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്ലാമറസ് ഗെയിമാണ്. ഫുട്ബോളും ഇന്ത്യയിൽ ഒരു പരിധിക്കപ്പുറം ഇല്ല എന്ന് പറയാം. അത്ലറ്റ്സിനോട് കേരളത്തിനും അല്ലെങ്കിൽ ഇന്ത്യക്കും ഒരു പൊതുവായ വിമുഖത ഉണ്ട്. അപ്പോൾ അതിലേക്കൊരു ഭിന്നശേഷി എന്നുള്ള സാധനം കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഒരു അത്ലറ്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അവഗണനയോ ഒക്കെ നേരിട്ടിരുന്നു? ഞാൻ ആദ്യം ഫുട്ബോളർ ആവാനായിരുന്നു ആഗ്രഹിച്ചത്. എനിക്കത് ആവാൻ പറ്റിയില്ല. എനിക്ക് പിന്നെ ഇതിലോട്ടാണ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടി ഓടാൻ. ഇപ്പം 100 മീറ്ററാണ്. അപ്പം ഓടുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ആണ്. കോമ്പറ്റീഷൻ ആണെങ്കിലും അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. ഓടി ഫിനിഷ് ചെയ്യുക, അവർ കൂടെ ഓടിപ്പിടിക്കുക. നോർമലിൻ്റെ ഒപ്പം ഓടിപ്പിടിക്കുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അതൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഇതാണ്. അവരൊപ്പം പിടിക്കുക, അതൊക്കെ വലിയൊരു കാര്യമാണ്. നമ്മളെ ശരീരവേഗതയെ ഇതും കൈയും സ്വാധീനിക്കുന്നില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായത് ഞങ്ങൾ CBSEന്റെ ഒരു സ്റ്റേറ്റ് മീറ്റ് പോയി പാലയിൽ വെച്ച് നടന്ന്. അപ്പോൾ 2 കൈയുള്ള കുട്ടികളും 2 കാലുള്ള കുട്ടികളെ കൂടെയാണ് മത്സരിക്കുന്നത്. ജനറൽ കാറ്റഗറിയാണ് മത്സരിക്കുന്നത്. ഇവൻക്ക് സ്റ്റാർട്ടറിന് അറിയാം ബാസിലിന് എന്തില്ല, ഒരു കൈയില്ല, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ചെറിയ പ്രയാസമുണ്ടെന്ന്. പക്ഷേ അന്ന് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഇവന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് മൂവായി. അന്നേരം അത് ഒരു ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്, കാരണം ഞങ്ങൾ ഒരു വർഷം അല്ലെങ്കിൽ ഇത്രയും ഒരു ഡ്യൂറേഷൻ വർക്ക് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മാനസികമായിട്ട് എനിക്കും അതിനേറെ വിഷമം ഇവനിക്കും. അങ്ങനെ ഭയങ്കര ഒരു ഇൻസിഡന്റ് ഉണ്ടായി. കാരണം ഒരു കൈയില്ലാത്ത ഒരു കുട്ടിക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കുന്നതിൽ ഒരു തെറ്റ് അതെ ലാസ്റ്റ് അത് അങ്ങനെ പറഞ്ഞ് സോൾവ് ചെയ്ത് പിറ്റത്തെ ഈഡ്സിൽ എങ്ങനെയാണ് വീണ്ടും ചാൻസ് കൊടുത്ത് മെഡൽ വന്ന് സെക്കൻഡ്. അന്ന് പാലയിൽ വെച്ച മത്സരത്തിൽ സെക്കൻഡ് എങ്ങനെ വന്നത്, അങ്ങനെ അത് നാഷണൽസ് ക്വാളിഫൈ ചെയ്തു. ഈ ജനറൽ കാറ്റഗറിയിലാണ് കഴിഞ്ഞ സ്കൂൾസും ഇവൻ +2 +1 പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കായികമേളയിലൊക്കെ മത്സരിച്ച് വളരെ മനോഹരമായിട്ടാണ് അവനൊക്കെ റിലേ സ്റ്റാർട്ട് ചെയ്തത്. ഈ റിലേയിൽ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഒരു കൈയില്ലാത്ത കുട്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ റിലേന്റെ ബാറ്റ് എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആ ടീം എന്ത് വന്നു, മലപ്പുറം ജില്ല എന്ത് വന്നു, റിലേയിൽ ഗോൾഡ് വന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിലൊക്കെ, ഒരു കോച്ച് എന്ന നിലയിലൊക്കെ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നിയ ഒരു സമയമാണ്. ആ ഒരു ഓട്ടൊക്കെ കാണുമ്പോൾ നമുക്കെന്നെ കണ്ണീന്ന് വെള്ളം വരും. കാരണം ആ ഒരു ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഈ ഒരു റേഞ്ചിൽ എത്താൻ ഒരുപാട് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് നടന്ന മീറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് ബാസിൽ ഭയങ്കര പത്രങ്ങളിൽ നിറഞ്ഞു വന്നൊരു സമയം കൂടിയാണ്.
പക്ഷെ അതിനപ്പുറത്തേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് സിസ്റ്റം ഇല്ല. ചെയ്യുന്നില്ല അതെ, അല്ല അതൊക്കെ കോമ്പറ്റീഷൻ കഴിയുന്നിടത്തോടെ അതെന്തായി അവസാനിച്ചു. അപ്പൊ ആ വരുന്ന സമയത്തുള്ള ഒരു പേപ്പർ ന്യൂസും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഇന്നിപ്പോ ഒരു കോമൺവെൽത്ത് ഇന്ത്യൻ റെപ്രസെന്റ് ചെയ്ത് ഒരു മെഡൽ വന്നപ്പോഴാണ് ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട്, ഇല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ആളുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചത്. പക്ഷെ തുടങ്ങിയിട്ട് ഇന്ന് തുടങ്ങിയതല്ല, കൊല്ലങ്ങളായി, ഒരു 7-8 കൊല്ലത്തോളായി ഈ ഫീൽഡിൽ ബാസിൽ അത്ലറ്റായിട്ട് തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോഴാണ് ബാസിൽ എന്നൊരു വ്യക്തിനെ എന്താക്കുന്നത്, ഔട്ട്പുട്ടായിട്ട് പബ്ലിക്കിനോട് എത്തുന്നത്. അപ്പോൾ ഇതും വളർന്നു വരുന്ന ഇതേപോലെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കും അതെന്താണ് വലിയൊരു മോട്ടീവാണ്. കാരണം ഗവൺമെന്റും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ഇങ്ങനെയുള്ളവർക്ക് എന്തുണ്ട് അവസരം കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ അത് നമുക്ക് എന്താണ് ഒരു വളരെ സന്തോഷം തോന്നിയതാണ്. ഇപ്പൊ ബാസിലിന്റെ റിസൾട്ട് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് കണ്ണൂരിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. സാറ് എൻ്റെ കയ്യിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അവര് പ്രോപ്പറായിട്ട് ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ബാസിൽ എങ്ങനെയാണ് വളർന്നത് അതുപോലെ എനിക്ക് സാറിനെ എന്നെ ഏൽപ്പിക്കട്ടെ എന്നാ പറയുന്നത്. പക്ഷെ നമുക്കിവിടെ ഫെസിലിറ്റീസ് ഇല്ല. കാരണം വന്നു കഴിഞ്ഞാൽ ഹോസ്റ്റൽ സൗകര്യങ്ങളോ പ്രോപ്പറായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് പോലും പ്രോപ്പർ ആയിട്ടുള്ളതല്ല. ബാസിലിന്റെ ഒരു പ്രാക്ടീസും ആദ്യ കാലഘട്ടങ്ങളിലെ ബാസിലിന്റെ ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉമരിത്തെ ചെറിയൊരു ഗ്രൗണ്ടിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ ചെറിയ ചെറിയ വർക്കൗട്ടൊക്കെ ആദ്യം പോയി, പിന്നെ ഞങ്ങൾ പൊന്നാനി MES കോളേജ് ഗ്രൗണ്ടിലോട്ട് മാറി. പിന്നെ അവിടുന്ന് പെർഫോമൻസിന് അനുസരിച്ച് ഞങ്ങൾക്ക് ജിമ്മിലോട്ട് പോകേണ്ടി വന്ന് വർക്കൗട്ട്, സ്ട്രെങ്ത് കണ്ടീഷന്, അതുപോലെ വെയിറ്റ് ട്രെയിനിങ്, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ പുഷപ്പ് അടിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഒരു കഴിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെ ബാൻഡ് ഇട്ട് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അത്ലറ്റുകൾ ഇവനെ ഹെൽപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഒരു അത്ലറ്റിക്സിൽ ഏറ്റവും ഗ്ലാമർ ഇവന്റ് ആയ സാധനമാണ് 100 മീറ്റർ, 100 മീറ്റർ. ആ 100 മീറ്ററിൽ ഒരു കയ്യില്ലാത്തൊരു കുട്ടി ഓടി റിസൾട്ട് വരിക അറിയുമ്പോൾ അതിനും ഡബിൾ ആയിട്ടാണ് ഗ്ലാമർ കാണുന്നത്. ഇപ്പോ ഒരു സ്റ്റാർട്ടറിന് ആദ്യം വേണ്ട സാധനം സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് ആണ്. ഒരു 100 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് വേണം. ഞങ്ങൾ ഒരുപാട് ആളുകളെ മുട്ടി, ഞങ്ങൾക്കൊരു സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് അതുപോലെ ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ് ഒക്കെ സ്പോൺസറോ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ നിലവിൽ അങ്ങനെ ആരെയും ഞങ്ങൾക്ക് ഒന്നും ചെയ്തില്ല, കിട്ടും ചെയ്തില്ല. ലാസ്റ്റ് ഞങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഒരു സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് വാങ്ങി, അതുപോലെ ഹഡിൽസ്, ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ്. കാരണം ഇതിനും അത്യാവശ്യം കോസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ അങ്ങനെ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോയ വ്യക്തിയാണ് ബാസിൽ. സർക്കാരിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറ്റം പറയുന്ന പോലല്ല, ഇപ്പോൾ കേരള സർക്കാർ ഇതുവരെ സമ്മാനത്തുക പ്രഖ്യാപിച്ചിട്ടില്ല. ഇല്ല, തമിഴ്നാട് ആൾറെഡി ജോസഫ് വിജയ് തന്നെ നേരിട്ട് വന്നിട്ട് 30 ലക്ഷം വെള്ളി മെഡൽ അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഹരിയാനൊക്കെ 1 കോടിയുടെ മേലെയൊക്കെയാണ് പാരിതോഷികം വരുന്നത്. അപ്പൊ സർക്കാർ വരുത്തേണ്ട ഒരു നിലപാടും അതിന്റെ മാറ്റങ്ങളൊക്കെ തുക പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കാരണം ഇപ്പോ നമ്മളെ കേരളത്തിന്റെ ഈ ഒരു പ്രതികൂല കാലാവസ്ഥ കാരണമാവും മേ ബി ഇത് നീണ്ടു പോയിട്ടുണ്ടാവുക. കഴിഞ്ഞ ദിവസം മിനിസ്റ്ററുടെ OJ ജനീഷ് മിനിസ്റ്ററുടെ PA സംസാരിച്ചിരുന്നു, ആരിസ് മുത്തൂർ സാറ് സംസാരിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. കാരണം ആ ഒരു തുക കിട്ടിക്കഴിഞ്ഞാലും ഇവനിക്കും അതെന്താണ് ഇവന്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം അത് അവർക്ക് അറിയിച്ച തുകയാണ്. കാരണം അവരുടെ അത്രയും പ്രയാസങ്ങളും, കാരണം ഫാമിലി പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഫാമിലി ഒന്നല്ല, ചെറിയൊരു ഇടത്തരം ഫാമിലിയിൽ നിന്ന് വളർന്നു വന്ന് പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നത് 7ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗോൾഡൻ സ്റ്റാർ പറഞ്ഞ ആ ഒരു ഷൂ എങ്ങനെ യൂസ് ചെയ്തിരുന്നതാണ്. അന്ന് അതിനെത്ര 300 രൂപ 400 രൂപ ആ റേഞ്ച് ഉണ്ടായിരുന്നു. ആ ഒരു ഗോൾഡൻ സ്റ്റാർ ഗോൾഡിലെത്തി. ഇന്നിപ്പോ നമ്പർ 1 ബ്രാൻഡിൽ ഒന്നാണ് അഡിഡാസ് ഷൂയിലെ. അപ്പൊ ഡിഫറൻസ് ആണ് അങ്ങനെ. അപ്പോ അങ്ങനെ ഇതില് ഇവന്റെ ഈ സക്സസിൽ ഞാൻ ഒരു ആള് മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരുപാട് വ്യക്തികളുണ്ട്. എന്നെ സഹായിച്ചതും എനിക്ക് ഇഞ്ചുറി ആയിട്ട് ഇരിക്കുന്ന സമയത്തും ഇവന്റെ പ്രാക്ടീസിന് ഒരു കോട്ടം വരാത്ത രീതിയിൽ മറ്റുള്ളവരും സഹായിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഈ ഒരു അവസരത്തിൽ അതൊക്കെ ഞാൻ എടുത്തു പറയണം. കാരണം ഇത് എൻ്റെ ഒരാളെ മാത്രം സക്സസ് അല്ല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അവരൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ഇതിന്റെ നന്ദി അവരോട് ഞാൻ പറയുകയും ചെയ്യും. ഭിന്നശേഷിയെ മഹാശേഷിയാക്കിയിട്ടാണ് ബാസിൽ ഇതുവരെ എത്തിയത്. അപ്പോൾ ഭിന്നശേഷിയുള്ള മനുഷ്യർ, ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്
പറയാനുള്ള ഒരു പ്രചോദനം? ഒരു ഭിന്നശേഷിയായ ഒരാൾ ഒരിക്കലും ഒരു ഓട്ടം ഓടിയെന്ന് വിചാരിച്ചിട്ട് അതിൽ തോറ്റെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പിന്നിലോട്ട് മാറാൻ പാടില്ല. കാരണം അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു സക്സസ്സിലോട്ട് പോകില്ല. കാരണം നമ്മൾ അതിനു വേണ്ടി എന്ത് കാര്യമായാലും, ഏത് ഫീൽഡായാലും, സ്പോർട്സ് ആയാലും, പഠിപ്പായാലും, ഇപ്പം പാട്ടായാലും, എന്തായാലും എല്ലാത്തിനും ഒരു എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താലേ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. അത് ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടാവാം, 2 കൊല്ലം കഴിഞ്ഞിട്ടാവാം, ചിലപ്പോൾ 4 കൊല്ലം കഴിഞ്ഞിട്ടാവാം, ഇത് 10 കൊല്ലം കഴിഞ്ഞിട്ടാവാം. അപ്പം ഒരിക്കലും പിന്നിലോട്ട് മാറരുത്. നിങ്ങൾക്കും ഇതുപോലെ ഒരു ദിവസം മെഡലടിക്കാൻ പറ്റും. ബാസിലിൻ്റെ വീട്ടിൽ തന്നെ 2 ഭിന്നശേഷിക്കാരായ സഹോദരന്മാരുണ്ട്. ഞാൻ അറിയുന്നത് ബാസിൽ മെഡൽ നേട്ടത്തിന് ശേഷം അവർക്കാണ് മെഡൽ സമർപ്പിക്കുന്നത്, ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാസിലിൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തുടങ്ങുമ്പോഴൊക്കെ അവർക്ക് അത്ര ഒരു ഇതിനെ പറ്റി അറിയില്ലായിരുന്നു. സ്പോർട്സിനെ പറ്റി ഇങ്ങനെ ആവണം അങ്ങനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് മെഡലൊക്കെ വന്നപ്പോൾ, പത്രത്തിലൊക്കെ വന്നപ്പം പാരൻസ് ആകെ പ്രൗഡായി. കാരണം എല്ലാവരും മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ അവർക്ക് പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ എല്ലാ സിറ്റുവേഷനിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് കോമ്പറ്റീഷന് പോകുന്ന ഫണ്ടായാലും കടം മേടിച്ചിട്ടാണെങ്കിലും എനിക്ക് വാങ്ങിത്തരും. അപ്പം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഇത്രയും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ആദ്യം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അവരെ എല്ലാവരും മുന്നിൽ തലയുയർത്തുക, അതായിരുന്നു എൻ്റെ ഒരു എയിം. അതെനിക്ക് സാധിച്ചു, ഇനിയും സാധിക്കും. ഇപ്പോൾ പാരാ ഏഷ്യൻ ഗെയിംസ് വരെയാണ്, അത് കഴിഞ്ഞിട്ട് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ വലിയ ലക്ഷ്യമുണ്ട്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് ദൂരം താണ്ടേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മാറ്റങ്ങളോ ഒക്കെ വേണ്ടതായിട്ടുണ്ടോ? ഫെസിലിറ്റീസ് ഇപ്പോൾ പോകുന്നതിൽ തന്നെ നല്ല ഫെസിലിറ്റീസാണ്. ഇപ്പോൾ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു അറിയപ്പെടുന്നൊരു കോച്ചാണ് ഇപ്പോൾ ബാസിൽ സ്പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. ഈ അവസരത്തിൽ സാറിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സാർ ഇപ്പോൾ ഇല്ല, സാർ ഇവിടെ സ്ഥലത്തില്ല, സാർ ഇന്ത്യൻ ക്യാമ്പിലാണ്. പുള്ളി ഇവനെ ഞാൻ എങ്ങനെയാണോ നോക്കിയിരുന്നത് എന്നതുപോലെ തന്നെയാണ് പുള്ളി ബാസിലിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകണം, നല്ലൊരു അച്ചീവ്മെന്റിലേക്ക് ഇനിയും എത്തണം. അതായത് ഇപ്പോൾ വേൾഡ് നമ്പർ 1 ഒരു അത്ലറ്റാണ് ബാസിൽ. അപ്പോൾ ഇത് ഒരു ഒളിമ്പിക്സിലോട്ട് വരെ എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കും അതുപോലെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ സാറിന് അത് സാധിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ സാറിനെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം സാറിനെ ഞാൻ വിളിച്ചിരുന്നു, സാറിന് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. സാറ് വളരെ സന്തോഷമാണ്, വളരെ ഹാപ്പിയാണ്. ബാസിലിൻ്റെ ഈ കാര്യത്തിലും സാറ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിനോടും ഒരു പ്രത്യേക നന്ദി ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സായിലെ ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ശ്രീനിവാസൻ സാറ് കീഴിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പരിശീലന രീതികളും ഒക്കെ ഒരു അനുഭവം പങ്കുവെക്കാം. ഞാൻ സായിലോട്ട് കയറുന്നത് 2024 മെയ്യിലാണ് ഞാൻ കയറുന്നത്. അപ്പം അതിൻ്റെ മുമ്പ് വരെ ഞാൻ 100 എൻ്റെ ബെസ്റ്റ് 11:30 ആയിരുന്നു. അപ്പം എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം സായിലോ ഒരു വലിയൊരു സെൻ്ററാണ് സായി. കാരണം ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തും ഉണ്ട്. അപ്പം എനിക്ക് സായിനെ പറ്റി അറിയുന്നത് സായിയുടെ ട്രയൽസ് വന്നപ്പോഴാണ്. അപ്പം എനിക്ക് ഈ സായി എങ്ങനെയാണെന്നോ, ഇപ്പം എനിക്ക് അന്നത്തെ ടൈമിൽ സ്പോർട്സ് കൗൺസിൽ അറിയായിരുന്നു, പക്ഷെ അതിൻ്റെ ട്രയൽസിന് ഞാൻ പോയായിരുന്നു. പക്ഷെ അതൊന്നും വന്നില്ലായിരുന്നു. അപ്പം അതിൻ്റെ ശേഷം സായി വന്നു. അപ്പം അങ്ങനെയാണ് സായിലോട്ട് കയറുന്നത്. അങ്ങനെ അവിടെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഒരു പാരാ അത്ലറ്റ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പം അവരൊപ്പം ഓടിപ്പിടിക്കാൻ, കൂടെയുള്ള ടീംമേറ്റ്സിൻ്റെ ഒപ്പം ഓടിപ്പിടിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം സാറ് പറഞ്ഞു എനിക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, ഇനിയും നല്ല ഓടാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് നാഷണൽ പാരാ ചെയ്യുന്നു, ആദ്യമായിട്ട് ഫസ്റ്റ് നാഷണൽ സീനിയറിൽ. അപ്പം അവിടെ ഞാൻ 10:09.6 ചെയ്തു, ബെസ്റ്റ് ആകുമ്പോൾ 10:09.6. അതാണ് എൻ്റെ ആദ്യത്തെ തുടക്കം. വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം 10:09.6 ഒരു പാരാ അത്ലറ്റ് ഓടുക പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. കാരണം നോർമലും ഇതേ ടൈമിൽ ഓടാനാണ് ശ്രമിക്കുന്നത്. അപ്പം ചിലവർക്ക് ഇത് ഓടാൻ പറ്റിയിട്ടില്ല. അപ്പം അതായിരുന്നു എൻ്റെ തുടക്കം. പിന്നെ കേരളിൻ്റെ ഫസ്റ്റ് വന്നു, പിന്നെ അതുപോലെ വേറെ നാഷണൽ ഫസ്റ്റ് വന്നു, ഓപ്പൺ ഇന്ത്യ ഫസ്റ്റ് വന്നു, പിന്നെ ഗ്രാൻഡ് പ്രിക്സ്. അന്ന് എനിക്ക് ലൈസൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇന്റർനാഷണൽ ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം, ലൈസൻസ് വേണം. അപ്പം 2024 ഒളിമ്പിക്സിൽ ഞാൻ ട്രയൽസിൽ ചെയ്യാൻ നോക്കി. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു, ഈ ലൈസൻസിനെ പറ്റി അറിയില്ല.
അത് കാരണം അന്ന് കോമ്പറ്റീഷൻ അത് നഷ്ടപ്പെട്ടു പോയി. അത് നഷ്ടപ്പെട്ടു, കാരണം അതറിയില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ ഈ ലൈസൻസ് റെഡി ആക്കുന്നത്. അങ്ങനെയാണ് ഫ്രാൻസിലോട്ട് ഞാൻ ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് പോയത്. അങ്ങനെ ക്ലാസിഫൈഡ് ആയി. പിന്നെയാണ് എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ കോമൺവെൽത്ത്. ഇനി ഏഷ്യൻ ഗെയിംസ്, പിന്നെ ഒളിമ്പിക്സ്. ഏഷ്യൻ ഗെയിംസ് ക്വാളിഫൈ ചെയ്തു. അതും ലാസ്റ്റ് മാസം 10:63 ഓടി. അത് ഏഷ്യൻ റെക്കോർഡാണ് വന്നത്. ഞാൻ ഇതുവരെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഏഷ്യൻ റെക്കോർഡ് വന്നു. അങ്ങനെയാണ് കോമൺവെൽത്ത് വരുന്നത്, ഫസ്റ്റ് കോമ്പറ്റീഷൻ. ഇനിയുള്ള ലക്ഷ്യങ്ങൾ എങ്ങനെ? വേൾഡ് റെക്കോർഡ് അടിക്കുമോ? വേൾഡ് റെക്കോർഡ് 10:09 ആണ്. 10 to ശ്രമിച്ചാൽ 9. കിട്ടായില്ല. എന്താണെങ്കിലും ശ്രമിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. അപ്പം അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും. കോച്ചിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒളിമ്പിക്സ് സ്വപ്നങ്ങളൊക്കെ എങ്ങനെ? ഒളിമ്പിക്സ് അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഇത്രയും കാലത്തൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് ആവാം. അപ്പം അടുത്ത വർഷത്തെ റാങ്ക് വൈസ് ആണ് ഇപ്പോൾ ക്വാളിഫൈ ചെയ്യണം. എന്തായാലും ക്വാളിഫൈ ചെയ്യണം എന്നാണ്.